നെയ്മർ ജൂനിയർ MLS-ലേക്കോ? മാർക്കയുടെ പുതിയ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം MSN ത്രയം MLS-ൽ കൂടിച്ചേരും. ഇനിയൊരു MSN മത്സരങ്ങൾ കാണാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നെയ്മർ ജൂനിയറുടെ അൽ ഹിലാലിലെ അവസ്ഥ നല്ല രീതിയിലല്ല നിലവിലുള്ളത്. കാരണം അദ്ദേഹത്തെ സൈൻ ചെയ്തത് മുതൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കുറച്ച് മത്സരമെങ്കിലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് മുന്നേ ഒന്നും കുളത്തിലിറങ്ങി പകരക്കാരനായിട്ട് ഇറങ്ങിയിട്ട് പോലും ആ മത്സരം പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ കളം വിട്ടു. ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ അവിടെ എത്രത്തോളം ഇനി അൽ ഹിലാൽ അദ്ദേഹത്തെ അവിടെ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് കൺഫേം അല്ല. രണ്ട് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞാൽ സൗദി പ്രോ ലീഗിൽ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ജനുവരിയിൽ. ഏതായാലും അവിടുത്തെ കോൺട്രാക്റ്റ് അവസാനിച്ചാൽ ചിലപ്പോൾ നെയ്മർ ജൂനിയർ വരികയാണെങ്കിൽ അത് MLS-ലേക്ക് വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. നെയ്മർ ജൂനിയറെ MLS-ലേക്ക് എത്തിക്കാൻ, ഇന്റർ മയാമിയിലേക്ക് എത്തിക്കാൻ സൂപ്പർ താരം ലയണൽ മെസ്സിക്കും താല്പര്യമുണ്ട് എന്ന് നമ്മളെ ഇന്റർ മയാമിൻ്റെ ഓണർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ MSN ത്രയം അങ്ങനെ നെയ്മറെ എത്തിക്കാനുള്ള അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് നിഷേധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും മെസ്സി സുവാരസ് ത്രയം ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നെയ്മറിന് ജനുവരിക്ക് ശേഷമൊക്കെ ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തി അദ്ദേഹത്തിൻ്റെ ആ അൽ ഹിലാലിലെ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനൊക്കെ അത് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കാം ഇനി അങ്ങോട്ടുള്ള നെയ്മറുടെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ലൂയിസ് സുവാരസും ഒക്കെ ഇനി ഒരുമിച്ച് കളിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു MSN ത്രയത്തിൻ്റെ മുന്നേറ്റം നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്യണത് ഇന്റർ മയാമിൻ്റെ ഓണർ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ്. അതായത് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായും അത് നിഷേധിക്കില്ല. ലയണൽ മെസ്സിക്കും നെയ്മറെ എത്തിക്കുന്നതിൽ ഇന്റർ മയാമിയിൽ എത്തിക്കുന്നതിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെയ്മറിൻ്റെ അൽ ഹിലാലിലെ ഈ ഒരു അവസ്ഥയും എല്ലാം പാടെ നോക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് അവിടെ എത്താൻ വലിയ താമസമൊന്നും വരില്ല. പക്ഷേ നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വർഷം എനിക്ക് അൽ ഹിലാലിന് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കണം, അൽ ഹിലാലിൽ തുടരണം, അവിടെ തുടരാൻ, അൽ ഹിലാലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള സംസാരങ്ങളൊക്കെ നെയ്മർ ജൂനിയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അൽ ഹിലാലിൻ്റെ പ്രതികരണം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ട് ബ്രസീലിന് വേണ്ടിയിട്ടും ബ്രസീൽ ഫാൻസ് മാസങ്ങളായിട്ട് അദ്ദേഹം തിരിച്ച് കളത്തിലെത്തുന്നത് കാത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കുറവ് അവിടെ കഴിയുന്നില്ല, നികത്താൻ അവിടെ ഒരാളില്ല. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് കളത്തിൽ അദ്ദേഹം തിരിച്ചെത്തുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്.